എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ മുഖ്യമായും പരിചയപ്പെടുന്നത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന +1 ബോട്ടണിയിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. കഴിഞ്ഞ ദിവസം ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞു. ഇന്ന് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ HSC മാർച്ച്, HSC ഇംപ്രൂവ്മെൻറ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളും വിശദമായി പരിചയപ്പെടുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. വൈ പ്ലാന്റ്സ് നീഡ് നോ സ്പെഷ്യലൈസ്ഡ് റെസ്പിറേറ്ററി ഓർഗൻസ്? എന്തുകൊണ്ടാണ് സസ്യങ്ങൾക്ക് റെസ്പിറേറ്ററി ഓർഗൻസ് ആവശ്യമില്ലാത്തത്? ഒന്നാമത്തെ കാര്യം, മോസ്റ്റ് ലിവിങ് സെൽസ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് എയർ. മിക്കവാറും ലിവിങ് സെൽസ് എയറുമായി കൂടുതൽ കോണ്ടാക്റ്റിലിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പ്രസൻസ് ഓഫ് ലിൻഡി സെൽസ്. ഇൻ സ്റ്റെംസ്, ലിവിങ് സെൽസ് ആർ ഓർഗനൈസ്ഡ് ഇൻ തിൻ ലെയേഴ്സ് ബിനീത്ത് ദ ബാർക്ക്. ദേ ഓൾസോ ഹാവ് ലെൻഡി സെൽസ്. ലെൻഡി സെൽസിലൂടെയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് സാധ്യമാകുന്നത്. മൂന്നാമത്തെ കാര്യം, എയർ സ്പേസസ്. In leaves, stems and root, parenchyma cells are loosely packed that provides interconnected air spaces. ഈ പാരങ്കൈമ സ്റ്റെമ്മിലും റൂട്ടിലും ലീവ്സിലും ലൂസ്ലി പാക്ക്ഡ് ആയതുകൊണ്ട് കൂടുതൽ എയർ സ്പേസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ലിവിങ് സെൽസ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് എയർ, പ്രസൻസ് ഓഫ് ലെൻഡി സെൽസ്, അതുപോലെ മൂന്നാമത്തെ കാര്യം എയർ സ്പേസസ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഗ്ലൈക്കോളിസിസ് ഓർ EMP pathway. It is the partial oxidation of glucose to 2 molecules of pyruvic acid in the absence of O2. അതായത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഒരുതരം പാർഷ്യൽ ഓക്സിഡേഷനാണ്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ നടന്ന് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. 6 കാർബണാറ്റമുള്ള ഗ്ലൂക്കോസ് 3 കാർബണാറ്റമുള്ള പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. ഈ പൈറുവിക് ആസിഡ് 2 മോളിക്യൂൾ വീതമാണ് ഒരു ഗ്ലൈക്കോളിസിസ് പ്രക്രിയ കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇത് നടക്കുന്നത് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോസോളിലാണ്. ഗ്ലൈക്കോളിസിസിന് 10 സ്റ്റെപ്പുകളാണുള്ളത്. അതിലെ 10 സ്റ്റെപ്പുകളും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ്. കാരണം എക്സാമിനേഷന് ഇതിലേതെങ്കിലും സ്റ്റെപ്പുകൾ വിട്ടുകളഞ്ഞിട്ട് അവിടെ ഫിൽ ചെയ്യാനാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകളുടെയും പേരുകൾ ഏത് സ്ഥാനത്ത് വരുന്നു എന്നിവയും നോക്കി വയ്ക്കണം. അതുപോലെ തന്നെ ATP യൂട്ടിലൈസ് ചെയ്യുന്ന 2 സ്റ്റെപ്പുകൾ, ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്, ഈ സ്റ്റെപ്പുകളും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ NADക്ക് റിഡക്ഷൻ സംഭവിക്കുന്നത്, NAD NADH+H+ ആയിട്ട് മാറുന്നത്, അത് ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ടുള്ള ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡായിട്ട് മാറുന്ന സ്റ്റെപ്പിലാണ്. അതുപോലെ തന്നെ ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തത് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡായിട്ട് മാറുന്ന സ്റ്റെപ്പിൽ. അതുപോലെ തന്നെ
ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡായിട്ട് മാറുന്ന സ്റ്റെപ്പിലും ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ഒരു NADH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ATPക്ക് തുല്യമാണ്. എങ്കിലേ നമ്മൾ ഈ ഗ്ലൈക്കോളിസിസിലെ ഒരു പ്രത്യേകത, ഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും 3 കാർബണാറ്റമുള്ള ഈ 2 പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നത് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിൽ നിന്നാണ്. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ് PGIയിലും DHAPയും. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് PGIയിൽ നിന്നാണ്. അങ്ങനെ പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ താഴേക്ക് കാണിക്കുമ്പോഴെല്ലാം 2 മോളിക്യൂൾ വീതമാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് 2 പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണം. ഇതിലൊരു കാര്യം കൂടിയും ശ്രദ്ധിക്കാനുള്ളത്, ഈ PGIL അല്ലെങ്കിൽ 3-ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് അതൊരു റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആണ്. അതിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇലക്ട്രോൺസും പ്രോട്ടോൺസും റിമൂവലാകും. അത് NADയിലേക്ക് എത്തും. അങ്ങനെ NAD റെഡ്യൂസ്ഡ് ആവും. അപ്പോൾ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിനാണ് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്. ഇവിടെ ഓക്സിജൻ ഇല്ലാത്ത ഒരു തരം ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എയ്റോബിക് റെസ്പിറേഷൻ്റെയും എനൈറോബിക് റെസ്പിറേഷൻ്റെയും കോമൺ സ്റ്റെപ്പ് എന്നാണ്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് കണ്ടുപിടിച്ചത് EMP, എംബഡൻ മേയർഹോഫ് പാർനാസ്. അതുകൊണ്ട് തന്നെ അതിനെ EMP പാത്വേ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വിട്ട് പോയ ഭാഗങ്ങൾ ഫിൽ ചെയ്യുക എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. Anaerobic respiration or fermentation. It is the incomplete oxidation of glucose under anaerobic conditions. It mainly occur in prokaryotes and unicellular eukaryotes. നമുക്കറിയാലോ, നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ ആണ് ഫെർമെൻറ്റേഷൻ. ഇത് മിക്കവാറും സൂക്ഷ്മജീവികളിൽ പ്രോകാരിയോട്സിലും യൂണിസെല്ലാർ യൂക്കാരിയോട്സിലുമാണ്. ഫെർമെൻറ്റേഷൻ 2 വിധത്തിലാണ്: ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ഇവിടെ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്നാൽ എന്ത്? അതായത് ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡ് ഉണ്ടാവുകയും ഈ പൈറുവിക് ആസിഡിൽ നിന്ന് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുക. ഇത് ഈസ്റ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട എൻസൈംസ് പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ്, ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, ഇത്തരം എൻസൈംസ് ആണ് ഈ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. അതായത് ഗ്ലൈക്കോളിസിസിൽ നെറ്റ് ഗെയിൻ ഓഫ് ATP 8 ആണ്. അങ്ങനെയാണെങ്കിൽ അനേറോബിക് റെസ്പിറേഷനിലോ 2 ATP മോളിക്യൂൾസ് ആണ്. ഗ്ലൈക്കോളിസിലുണ്ടാകുന്ന 8 ATPയിലെ 6 എണ്ണം ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എങ്ങനെ? NADH യൂസ് ചെയ്യുന്നത് കൊണ്ട് 6 ATP ഉപയോഗിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളത് 2 ATP ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത്, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നില്ല എന്നതാണ്. ലാക്റ്റിക് ആസിഡ് മാത്രമാണ്. അതായത് ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു, പൈറുവിക് ആസിഡിൽ നിന്ന് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ എഥനോൾ ഉണ്ടാകുന്ന പ്രക്രിയയിൽ NADH ഉപയോഗിച്ചതുപോലെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്ന പ്രക്രിയയിലും NADH ഉപയോഗിക്കുന്നുണ്ട്. അവിടെയും നെറ്റ് ഗെയിൻ 2 ATP തന്നെയാണ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നില്ല. ഈ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ മെയിനായും നമുക്കറിയാലോ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. മിക്കവാറും മസിൽ സെൽസിലൊക്കെ ഈ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലാക്ടോബാസിലസ് ഇവിടെ പ്രസക്തമാണ്. ലാക്ടോബാസിലസ് ബാക്ടീരിയ ഇവിടെ
പ്രസക്തമാണ്. ഇത്രയും കാര്യങ്ങൾ ഫെർമെൻറ്റേഷൻ എന്ന പ്രക്രിയയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. Aerobic respiration. It is a complete oxidation of organic substances in the presence of oxygen, releasing carbon dioxide, water and energy. അതായത് ഇവിടെ ഓക്സിജൻ്റെ പ്രസൻസിലാണ് ഈ പ്രോസസ്സുകൾ നടക്കുന്നത്. ഇത് പ്രധാനമായും മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്ന ഒരു റിയാക്ഷനാണ്. നേരത്തെ ഗ്ലൈക്കോളിസിസിൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ പ്രസൻസ് ഓഫ് ഓക്സിജൻ. നമുക്കറിയാലോ, ഗ്ലൈക്കോളിസിലുണ്ടാകുന്ന പൈറുവിക് ആസിഡ് നേരെ മൈറ്റോകോൺഡ്രിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവിടെ വെച്ച് പൈറുവേറ്റിൻ്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നു. അപ്പോൾ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോൻസൈമായിട്ട് മാറുക എന്നുള്ളതാണ് ആദ്യപടി. അങ്ങനെ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് 2 മോളിക്യൂൾ അസറ്റൈൽ കോൻസൈമായിട്ട് മാറുന്നു. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ NAD റെഡ്യൂസ് ചെയ്ത് NADH ആയിട്ട് മാറുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് പ്രധാനമായും പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പിനെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇവിടെ ഉണ്ടാകുന്ന അസറ്റൈൽ കോൻസൈമെ നേരെ ക്രബ്സ് സൈക്കിളിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ, അല്ലെങ്കിൽ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. അങ്ങനെ ഈ അസറ്റൈൽ കോൻസൈമെ 4 കാർബണാറ്റമുള്ള ഓക്സലോ അസറ്റിക് ആസിഡായി കമ്പൈൻ ചെയ്യുന്നു. 2 കാർബണാറ്റമുള്ള അസറ്റൈൽ കോൻസൈമെ 4 കാർബണാറ്റമുള്ള ഓക്സലോ അസറ്റിക് ആസിഡായി കമ്പൈൻ ചെയ്ത് സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. 6 കാർബണാറ്റമുള്ള സിട്രിക് ആസിഡ്. ഈ സൈക്കിൾ കണ്ടുപിടിച്ചത് ഹാൻസ് ക്രബാണ്. അതുകൊണ്ടാണ് ഇത് ക്രബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെ സിട്രിക് ആസിഡ് ഫോം ചെയ്തു. ഈ സിട്രിക് ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേഷൻ നടക്കുന്നു. അതുപോലെ തന്നെ NAD NADH ആയി റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഫോം ചെയ്യുന്നു. സിട്രിക് ആസിഡിൽ നിന്ന് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് 5 കാർബൺ പ്രൊഡക്റ്റാണ്. ഇനി ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്ന് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേഷൻ നടക്കുകയും വീണ്ടും NAD NADH ആയി റെഡ്യൂസ് ചെയ്യുന്നു. എന്തായി മാറുന്നു? സക്സിനൈൽ കോൻസൈമായി മാറുന്നു. ഈ സക്സിനൈൽ കോൻസൈമെ 4 കാർബണാറ്റമുള്ള ഒരു കോമ്പൗണ്ടാണ്. വീണ്ടും സക്സിനൈൽ കോൻസൈമയ്ക്ക് സക്സിനിക് ആസിഡായിട്ട് മാറുകയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? GDP കൺവേർഷൻ. അവിടെ ഒരു ഫോസ്ഫോറിലേഷൻ റിയാക്ഷനാണ്, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അങ്ങനെ സക്സിനിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഈ സക്സിനിക് ആസിഡിൽ നിന്ന് മാലിക് ആസിഡ് ഉണ്ടാവുന്നു. അവിടെ FAD റെഡ്യൂസ് ചെയ്ത് FADH2 ആയിട്ട് മാറുന്നു. പിന്നീട് മാലിക് ആസിഡിൽ നിന്ന് ഓക്സലോ അസറ്റിക് ആസിഡ് ഫോം ചെയ്യുന്നു. അങ്ങനെ സൈക്കിള് പൂർത്തിയാവുന്നു. ഇവിടെയും NAD റെഡ്യൂസ് ചെയ്ത് NADH ആയിട്ട് മാറുകയാണ്. അങ്ങനെ ക്രബ്സ് സൈക്കിൾ മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. ഈ റിയാക്ഷനിൽ പ്രധാനമായും NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, FADH ഉണ്ടാകുന്നുണ്ട്, GTP ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ നമ്പറും 1 മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. 2 മോളിക്യൂൾ വീതമാണ് പൈറുവിക് ആസിഡ് റിയാക്ഷനിലേക്ക് പോകുന്നത്. അങ്ങനെ 2 മോളിക്യൂൾ അസറ്റൈൽ കോൻസൈം ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു NADH കാണുന്നുവെങ്കിലും അത് 2 NADH ആയി കണക്കാക്കണം. അതുപോലെ ഓരോ സ്റ്റെപ്പിലും NADH FADH എത്ര ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. അതുപോലെ ഈ റിയാക്ഷൻ
വിവിധ സ്റ്റെപ്പുകൾ വിട്ടുകളഞ്ഞിട്ടാണ് സാധാരണ ചോദിക്കാറ്. ഓരോ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റുകളും എവിടെയാണ് വരുന്നത്, ഇപ്പോൾ സിട്രിക് ആസിഡിൻ്റെ പൊസിഷൻ എവിടെയാണ്, അല്ലെങ്കിൽ സക്സിനിക് ആസിഡിൻ്റെ പൊസിഷൻ എവിടെയാണ്, മാലിക് ആസിഡിൻ്റെ പൊസിഷൻ എവിടെയാണ്, അതുപോലെ കാർബണാറ്റിൻ നമ്പർ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ എത്ര ATP ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാലോ NADH ഇക്വാലൻ്റ് ടു 3 ATP, FADH ഇക്വാലൻ്റ് ടു 2 ATP, GTP ഇക്വാലൻ്റ് ടു 1 ATP. ഈ കണക്കുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ ക്രബ്സ് സൈക്കിളിൽ മാത്രമായിട്ടുണ്ടാകുന്ന ATPയുടെ കണക്കും ഗ്ലൈക്കോളിസിസിലുണ്ടാകുന്ന ATPയുടെ കണക്കും ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, അതായത് പൈറുവിക് ആസിഡ് അസറ്റൈൽ കോൺസൈമായിട്ട് മാറുന്ന സ്റ്റെപ്പിൽ എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കണക്ക് കൂട്ടി വെക്കുകയാണെങ്കിൽ ടോട്ടൽ നെറ്റ് ഗെയിൻ ഓഫ് ATP ഇൻ എയറോബിക് റെസ്പിറേഷൻ എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു ഭാഗമാണ്. മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലാണ് ഈ പറയുന്ന റിയാക്ഷൻ, എയറോബിക് റെസ്പിറേഷൻ മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലാണ് നടക്കുന്നത്. റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ്. ഒരു എയറോബിക് റെസ്പിറേഷനിൽ നെറ്റ് ഗെയിനായി എത്ര ATP മോളിക്യൂൾസ് വരുന്നു എന്നുള്ളത് എങ്ങനെ കണക്കാക്കാം. നമ്മൾ പഠിച്ചുവല്ലോ, ഗ്ലൈക്കോളിസിസിൽ നെറ്റ് ഗെയിൻ ഓഫ് ATP 8 ആണ്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, അതായത് പൈറുവിക് ആസിഡിൽ നിന്ന് അസറ്റൈൽ കോഎൻസൈം ഉണ്ടാകുന്ന ആ സ്റ്റെപ്പിൽ 2 NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2 പൈറുവിക് ആസിഡ്, 2 അസറ്റൈൽ കോഎൻസൈം, 2 NADH, അങ്ങനെ 6 ATP ആണ്. 2 NADH ഇക്വാലൻ്റ് ടു 6 ATP. TCA സൈക്കിളിൽ മാത്രമായി 6 NADH, 2 FADH, 2 GTP. കാരണം 2 അസറ്റൈൽ കോഎൻസൈമാണ് റിയാക്ഷനിലേക്ക് സൈക്കിളിലേക്ക് വരുന്നത് എന്നുള്ളതുകൊണ്ട് 6 NADH, 2 FADH, 2 GTP. അപ്പോൾ 6 NADH എന്ന് പറയുമ്പോൾ 18 ATP, 2 FADH എന്ന് പറയുമ്പോൾ 4 ATP, 2 GTP എന്ന് പറയുമ്പോൾ 2 ATP. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ATP എന്ന് പറയുന്നത് 38 ATP മോളിക്യൂൾസ്. ഇവിടെ 2 ATP NADH-നെ, ഗ്ലൈക്കോളിസിലുണ്ടാകുന്ന NADH-നെ മൈറ്റോകോൺഡ്രിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എക്സ്പെൻസായി വരുന്നുണ്ട്. അതുകൊണ്ട് നെറ്റ് ഗെയിൻ ഓഫ് ATP എന്ന് പറയുമ്പോൾ 38 - 2, അതായത് 36 ATP മോളിക്യൂൾസാണ് നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഇതാണ് റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. നമുക്കറിയാലോ, എയറോബിക് റെസ്പിറേഷൻ്റെ ഭാഗമായി വരുന്ന മറ്റൊരു പ്രക്രിയയാണ് ETS ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. നേരത്തെ ക്രബ്സ് സൈക്കിൾ പറഞ്ഞു, അത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലാണ് നടക്കുന്നതെങ്കിൽ ഈ പറയുന്ന ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, പ്രധാനമായും മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കാണുന്നത്. ഇവിടെ പ്രധാനമായും ഇലക്ട്രോൺസ് പാസസ് ഫ്രം വൺ കാരിയർ ടു അനദർ. അങ്ങനെ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും അവസാനം വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇതിൽ 5 കോംപ്ലക്സുകളാണ്. കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജനേസ്, കോംപ്ലക്സ് 2 FADH ഡീഹൈഡ്രോജനേസ് അല്ലെങ്കിൽ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയും. കോംപ്ലക്സ് 3 സൈറ്റോക്രോം BC1 കോംപ്ലക്സ്, കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡേസ് അല്ലെങ്കിൽ സൈറ്റോക്രോം AA3 എന്നും പറയും. ലാസ്റ്റ് കോംപ്ലക്സ് 5 ATP സിന്തേസ്. അപ്പോൾ ഇങ്ങനെ 5 കോംപ്ലക്സുകളാണ്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4, കോംപ്ലക്സ് 5. ഇതിൽ
പ്രധാനമായും ഇതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. 3 പ്രധാനപ്പെട്ട തലങ്ങളാണ് ഈ ETSൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒന്ന് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്, രണ്ടാമത്തെ ഇന്നർ മെംബ്രെയിൻ സ്പേസ് അല്ലെങ്കിൽ ഇന്നർ മെംബ്രെയിൻ, മൂന്നാമത്തെ മാട്രിക്സ്. അപ്പോൾ മാട്രിക്സ്, ഇന്നർ മെംബ്രെയിൻ, ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ എവിടെ നിന്നൊക്കെ പ്രോട്ടോൺസ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നു. ഒന്നാമത്തെ കോംപ്ലക്സിൽ നിന്ന് 4 പ്രോട്ടോൺസ്, മൂന്നാമത്തെ കോംപ്ലക്സിൽ നിന്ന് 4 പ്രോട്ടോൺസ്, അതുപോലെ 4ാമത്തെ കോംപ്ലക്സിൽ നിന്ന് 2 പ്രോട്ടോൺസ്. അങ്ങനെ ആകെ 10 പ്രോട്ടോൺസാണ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നത്. അതൊന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൊബൈൽ ഇലക്ട്രോൺ കാരിയേഴ്സ് ഇവിടെ പറയുന്നുണ്ടോ എങ്കിൽ എവിടെയാണ് ഈ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ വരുന്നത്? കോംപ്ലക്സ് 3യിൽ നിന്ന് കോംപ്ലക്സ് 4ലേക്ക് കടക്കുമ്പോഴാണ് മൊബൈൽ ഇലക്ട്രോൺ കാരിയർ. അതുപോലെ തന്നെ യൂബിക്വിനോൺ എന്ന് പറയുന്ന പ്രോട്ടോൺ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോംപ്ലക്സ് 1ൻ്റെയും 3യുടെയും ഇടയിലും കോംപ്ലക്സ് 2ൻ്റെയും 3യുടെയും ഇടയിലും യൂബിക്വിനോൺ കാണാം. അല്ലെങ്കിൽ യൂബിക്വിനോൺ റെഡ്യൂസ് ചെയ്യാനുള്ള രീതികൾ ഇവിടെ നിന്ന് വരുന്ന പ്രോട്ടോൺസും ഇലക്ട്രോൺസുമാണ്. ആ ഒരു കാര്യം ഇതിൽ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഈ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ കൂടുമ്പോൾ മാട്രിക്സിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതാണ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കെമിയോസ്മോസിസിൽ പഠിച്ചതുപോലെ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പ്രോട്ടോൺ ഫ്ലോ നടക്കുന്നു. അങ്ങനെ ATP സിന്തസിസ്, ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത് ATP ഉണ്ടാകുന്നു. ഇത് ATP സിന്തേസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. കോംപ്ലക്സ് 5ൽ വെച്ചാണ് ഈ പ്രക്രിയകൾ നടക്കുന്നത്. കോംപ്ലക്സ് 1, 2, 3, 4 എല്ലാം പറഞ്ഞുവെങ്കിലും കോംപ്ലക്സ് 5ൽ വെച്ചാണ് F0, F1 ചാനലിലൂടെ പ്രോട്ടോൺസ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലേക്ക് മൂവ് ചെയ്യുന്നതും അങ്ങനെ ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത് ATP ഉണ്ടാകുന്നതും. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇതൊക്കെ അടങ്ങുന്നതാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു NADH2 ഓക്സിഡേഷൻ നടക്കുമ്പോൾ 3 ATP മോളിക്യൂൾസ് ഉണ്ടാവും. ഒരു FADH2 ഓക്സിഡേഷൻ നടക്കുമ്പോൾ 2 ATP മോളിക്യൂൾസ് ഉണ്ടാകും. When electrons pass from one carrier to another via complex 1 to complex 4, they are coupled to ATP synthase in complex 5 for ATP production. നേരത്തെ പറഞ്ഞു തന്നെയാണ്, ATP പ്രൊഡക്ഷൻ എവിടെ വെച്ച് നടക്കുന്നു, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഫൈനൽ ഹൈഡ്രജൻ അക്സെപ്റ്റർ ആരാണ്? ഓക്സിജൻ. അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇൻ റെസ്പിറേഷൻ എനർജി ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫോസ്ഫോറിലേഷൻ. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഇവിടെ മനസ്സിലാക്കുകയാണ്. ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രക്രിയ, റീഡോക്സ് റിയാക്ഷനിൽ ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് കണ്ടു. ഒന്ന്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പോലെ തന്നെ മെറ്റാബോളിക് വാട്ടർ ഉണ്ടാകുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ എൻഡിലാണിത് സംഭവിക്കുന്നത്.
അതായത് കോംപ്ലക്സ് 4ൻ്റെ എൻഡിലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ATP പ്രൊഡക്ഷൻ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ഇത്തരം പ്രക്രിയകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ്റെ ഒരു ചിത്രമുണ്ട്, അതും നന്നായിട്ട് നോക്കി വയ്ക്കണം. അപ്പോൾ ഇവിടെ ചോദ്യം 2-3 രീതികളിലൂടെ വരാൻ ചാൻസുമുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനും, അതുപോലെ മറ്റൊന്ന് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ്റെ ചിത്രം പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്താണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ കോംപ്ലക്സുകളും ഏതൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഇതെല്ലാം പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആംഫിബോളിക് പാത്വേ. ദ റെസ്പിറേറ്ററി പാത്വേ ഈസ് ജനറലി കൺസിഡർഡ് ആസ് കാറ്റബോളിക് പാത്വേ, ബട്ട് ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ആനാബോളിസം ആൻഡ് കാറ്റബോളിസം. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആംഫിബോളിക് പാത്വേ. അതായത് റെസ്പിറേറ്ററി പാത്വേയിൽ കാറ്റബോളിസവും ആനാബോളിസവും വരുന്നത് കൊണ്ട് അത് ആംഫിബോളിക് പാത്വേ എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫാറ്റി ആസിഡ് ആകുന്നു, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗൺ നടന്ന് അസറ്റൈൽ കോൻസൈമായിട്ട് മാറുന്നു. ഇനി നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഈ അസറ്റൈൽ കോൻസൈമ് വീണ്ടും അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ ആദ്യം ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗൺ നടക്കുന്നു, അസറ്റൈൽ കോൻസൈമായിട്ട് മാറുന്നു. ഇത് കാറ്റാബോളിസമാണ്. ഇനി വീണ്ടും ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്യുന്നു, അപ്പോൾ അത് ആനാബോളിസമാണ്. അപ്പോൾ ബ്രേക്ക് ഡൗൺ പ്രോസസ്സ് കാറ്റാബോളിസം, കൺസ്ട്രക്റ്റീവ് പ്രോസസ്സ് ആനാബോളിസം, ഇത് രണ്ടും റെസ്പിറേറ്ററി പാത്വേയിൽ വരുന്നതുകൊണ്ടാണ് ഇതിനെ ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി കോഷ്യൻ്റ് അല്ലെങ്കിൽ RQ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ്ഡ് ടു ദ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ഇൻ റെസ്പിറേഷൻ. അല്ലെങ്കിൽ RQ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ്ഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. അപ്പോൾ RQ എന്ന് പറയുമ്പോൾ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡാണ് ഇവോൾവ് ചെയ്യുന്നത്, എത്രത്തോളം ഓക്സിജനാണ് കൺസ്യൂം ചെയ്തത്, ഉപയോഗിക്കപ്പെട്ടത്, അങ്ങനെ അതിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ നമുക്കറിയാലോ, ഓരോ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിനും RQ ഡിഫറൻ്റ് ആയിരിക്കും. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ, ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ വാല്യൂ 1 ആണ്, RQ വാല്യൂ 1. കാരണം നിങ്ങൾ ആ ഇക്വേഷൻ, റെസ്പിറേഷൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ C6H12O6 പ്ലസ് 6O2 ഗീവ് റൈസ് ടു 6CO2 പ്ലസ് 6H2O പ്ലസ് എനർജി. ഇവിടെ 6 കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുകയാണ്, 6 ഓക്സിജൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ 6CO2 ഡിവൈഡഡ് ബൈ 6O2, RQ 1. ഫാറ്റ്, മറ്റൊരു റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആണ് ഫാറ്റ്. ട്രൈപാൽമിറ്റിൻ ഫാറ്റ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ 145 ഓക്സിജൻ ഉപയോഗിക്കുന്നു. 102 കാർബൺ ഡൈ ഓക്സൈഡ്, 102 കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നു. അപ്പോൾ 102 കാർബൺ ഡൈ ഓക്സൈഡ്, 102 കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ 145 ഓക്സിജൻ. അപ്പോൾ വാല്യൂ എത്രയായി? 0.7. ഇതുപോലെ തന്നെ പ്രോട്ടീൻ്റെയും RQ വാല്യൂ 0.9. അപ്പോൾ RQ വാല്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. എൻ്റെ ഈ വീഡിയോ ഇത്ര നേരം കേൾക്കുകയും കാണുകയും ചെയ്ത എല്ലാവർക്കും നന്ദി.